റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പകൽ പറഞ്ഞ കാര്യങ്ങൾ ഇത് കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. റോമലേഖനം 8-ാം അധ്യായത്തിന് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന തലക്കെട്ട് തേജസ്കരണ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് എന്നുള്ളതാണ്. റോമലേഖനം 8-ാം അധ്യായത്തിന് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണുള്ളത്. അതിലെ ഒന്ന്, ശിക്ഷാവിധിയില്ല. റോമലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തില ശിക്ഷാവിധിയില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് പിന്മാറുകയില്ല എന്ന് പറഞ്ഞ് പുരോഗമിച്ച് വേർപിരിയുകയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു അധ്യായം. അതിൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന വാക്യത്തിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത നിൽക്കുന്നത്. ആ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ പകലിൽ ചിന്തിച്ചപ്പോൾ പൂർണ്ണ ജയം പ്രാപിക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമെന്ന് നമ്മൾ ചിന്തിച്ചു. ഈ പൂർണ്ണജയം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ വാക്കാണ് ആംപ്ലിഫൈഡ് വേർഷൻ ഉൾപ്പെടെ KJV ഉൾപ്പെടെയുള്ള പരിഭാഷകളിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ പകലിൽ പറയുകയുണ്ടായി. പൂർണ്ണജയം എന്ന് മലയാളം ബൈബിളിൽ പറയുമ്പോൾ വി ആർ മോർ ദാൻ കോൺഗ്രേഴ്സ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതായത് വിജയിക്കുന്നതിനും അപ്പുറമാണത്. വിജയിക്കുന്നതിനും അപ്പുറമാണ് അത്. നമ്മളതിൻ്റെ മൂലഭാഷയുടെ പഠനം കൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിജയിക്കുന്നതിനും അപ്പുറമാണ്. വിജയിക്കുക എന്നുള്ളതിന് നിക്കാബോ എന്ന പദമാണ് പൊതുവെ ഉപയോഗിക്കുന്നത്, നിക്കാബോ. പക്ഷേ ഈ വാക്യത്തെ സംബന്ധിച്ചിടത്തോളം ഹൂപ്പർ നിക്കാബോ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഹൂപ്പർ നിക്കാബോ. ഹൂപ്പർ നിക്കാബോ എന്ന് പറയുമ്പോൾ ഹൂപ്പർ നിക്കാബോ 2 പദങ്ങളുടെ ഒരു സംയോജനമാണ് അത്. ഹൂപ്പർ നിക്കാബോ. ഹൂപ്പർ എന്ന് പറയുമ്പോൾ മുകളിൽ അല്ലെങ്കിൽ അപ്പുറം എന്നാണ്. നിക്കാബോ എന്ന് പറയുമ്പോൾ ജയിക്കുക. രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പറയുമ്പോൾ ജയിക്കുന്നതിനും അപ്പുറമാണ്. ജയിക്കുന്നതിനും അപ്പുറമാണ്. ആ രണ്ടും കൂടെ സംയോജിപ്പിച്ചാ പറയുന്നത്. ഹൂപ്പർ നിക്കാബോ, ജയിക്കുന്നതിനും അപ്പുറം. ഒന്നും കൂടെ പറഞ്ഞാൽ സാധാരണ വിജയത്തെക്കാൾ കൂടുതലായ വിജയം എന്നതിനെ നമുക്ക് വിവർത്തനം ചെയ്യാം. സാധാരണ വിജയത്തെക്കാൾ കൂടുതലായ വിജയം. അതിനെ മറ്റു പല വാക്കുകളിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് നിന്നാൽ ഏറ്റവും മഹത്തായ വിജയം, പരമോന്നതമായ വിജയം എന്നൊക്കെയാണ്. ഇതൊരു അഹങ്കാരത്തിൻ്റെ ഭാഷയല്ല, പകരം അത് ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. ആമേൻ. നാം ജയിക്കുന്നതിനും അപ്പുറമാണെന്നുള്ള ഒരു ഉറപ്പിൻ്റെ ഭാഷയാണ്. കഴിഞ്ഞ പകലിൽ അത് സംബന്ധമായിട്ട് വിവിധ കമൻട്രികൾ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേയേഴ്സ് കമൻട്രിയിൽ എന്താണ് പറയുന്നത്, വിൻസെന്റിൻ്റെ കമൻട്രിയിൽ എന്താണ് പറയുന്നത്, WBJ മാർട്ടിൻ എന്താണ് പറയുന്നത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പകലിൽ ചിന്തിച്ചു. ആ ഭാഗങ്ങളൊന്നും നമ്മൾ ആവർത്തിക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോയിട്ട് പറഞ്ഞത് ജയിച്ചേ പറ്റൂ എന്നാണ്. ജയിച്ചേ പറ്റൂ. കാരണം ദൈവം ഇടപെടുന്നതെല്ലാം ആരോടാണ്? ജയിക്കുന്നവരോടാണ്. ലൈഫ് മുഴുവൻ ഒരു ജയമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. മൊത്തത്തിൽ ഒരു ജയമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. അത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു 8 വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു. ജയിച്ചേ പറ്റൂ. പകലില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആ വാക്യങ്ങൾ പറയാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അവിടെ ജയിക്കുന്നവന് മാത്രമേ പറുദീസയിൽ പ്രവേശനമുള്ളൂ. ജയിക്കുന്നവന് മാത്രമേ ജീവവൃക്ഷത്തിൻ്റെ ഫലമുള്ളൂ. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇനി ആരെല്ലാം ചേർന്ന് തോറ്റാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ജയിച്ചേ പറ്റൂ.
സ്തോത്രം. ജയിച്ചേ പറ്റൂ. നമ്മൾ കഴിഞ്ഞ പകലിൽ പറഞ്ഞ ഒരു കാര്യം, 2 മേഖലകളിലാണ് നമ്മൾ ജയിക്കേണ്ടത്. ഒന്ന് രഹസ്യ ജീവിതം, 2 പരസ്യ ജീവിതം. ആ രഹസ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മാത്രമുള്ള ആ സ്വകാര്യ ജീവിതം. അത് സൈബറിടം തൊട്ട് ഒരു ജയമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. രാമേ പറഞ്ഞാട്ടെ, ഞാൻ ഇന്നിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സ്വകാര്യത തൊട്ട് പരസ്യ ജീവിതം വരെ, രഹസ്യ ജീവിതം തൊട്ട് പരസ്യ ജീവിതം വരെ ജയിച്ചേ പറ്റൂ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. വേറെ ഓപ്ഷൻ ഇല്ല അതിനകത്ത്. വെളിപ്പാട് പുസ്തകം 2:11 വായിക്കുന്നു, ജയിക്കുന്നവന്, ഇതെല്ലാം വാസ്തവത്തിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരത്തില്ല. അപ്പൊ തോറ്റവന് 2ാം മരണത്താൽ ദോഷം വരുമെന്ന് തന്നെയാണ് അർത്ഥം. കഴിഞ്ഞ പകരം നമ്മൾ പറഞ്ഞു, 2ാം മരണം എന്ന് പറയുന്നത് നരകമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക 2ാം മരണം, നരകമാണ് കാര്യം. ജയിക്കാത്തവൻ നരകത്തിലാണ്. ഹല്ലേലൂയ. ഈ നമ്മുടെ അടക്കങ്ങളിലൊക്കെ നിത്യത്തെ കാണാമെന്നൊക്കെ നമ്മൾ പറയും. എൻ്റെ ചർച്ചിൽ ഒരിക്കൽ പോലും വരാത്ത ഒരാളെ, എനിക്ക് ഇച്ചിരി മോണിറ്റർ തരാം, എൻ്റെ ചർച്ചിൽ ഒരിക്കൽ പോലും വരാത്ത ഒരാളെ ഞാൻ അടക്കിയിട്ടുണ്ട്. ഒരിക്കൽ പോലും എൻ്റെ ചർച്ച വന്നിട്ടില്ല. പുള്ളി ആകെ ആ ചർച്ച കോമ്പൗണ്ടിൽ കയറിയിട്ടുള്ളത് എന്നെ ചീത്ത പറയാൻ വേണ്ടിയാണ്. ആ പുള്ളിയെ ഞാൻ അടക്കി. അതിന്റെ കാരണം അറിയാം. ഈ അച്ചായന്റെ 5 മക്കളും അവരുടെ കുടുംബവും അച്ഛൻ്റെ ഭാര്യയും ഞങ്ങളുടെ ചർച്ചിലാണ്. ഇതിയാ മരിച്ചു, ഫുൾ തണ്ണിയാ. ഈ പുള്ളി മരിച്ചുപോയി. പള്ളിക്കാർ പറഞ്ഞു ഞങ്ങൾ അടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ മക്കള് എൻ്റെ അടുക്ക് വന്ന്, പാസ്റ്റർ എന്നാ ചെയ്യും, അടക്കണ്ടായോ? അവരടക്കത്തില്ലെന്നാ പറയുന്നത്. എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ പറമ്പിക്കൊണ്ട് അടക്കാൻ? ഞാൻ കമ്മിറ്റി വിളിച്ചു, എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു നമുക്ക് അടക്കാം പാസ്റ്റർ. അടക്കി. 90 സങ്കീർത്തനം വായിച്ചു, 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം മൊത്തം വായിച്ചു, അതെല്ലാം പ്രസംഗിച്ചു. ആകെ അല്പം നേരം മാത്രമേ എൻ്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണുമെന്നൊക്കെ പാടി. പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ പാടുന്ന കുറെ പാട്ടുകളുണ്ടല്ലോ, പോകുന്നേ ഞാനും എൻഗ്രഹം തേടി ദൈവത്തോട് തുറങ്ങിടാൻ, എത്തുന്നേ ഞാൻ താതന്റെ ചാരെ പിറ്റേന്നൊപ്പം ഉണർന്നിടാൻ, കരയുന്നു നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്തം ഗേഹത്തിൽ പോകുമ്പോൾ. അതിനകത്ത് ചില വരികളൊക്കെ ഭയങ്കര രസമാണ്. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്തെ കർത്താവിനോട് ചോദിച്ചു, സ്വന്തം ബന്ധങ്ങൾ വിട്ടുപോന്നപ്പം നൊന്തു നീറിയോ നിൻ മനം? അവ ശങ്ക കൂടാതെ ഞാൻ പറഞ്ഞു, ഇല്ല, ഇപ്പോഴാ ജന്മം ധന്യമായത്. എന്നിട്ട് അതിന്റെ അടുത്തൊരു അനുപല്ലവിയുണ്ട്, മാലാകമാരും ദൂതരും മാറി മാറി പുണരവേ. വലിയ സംഭവമാണ്, പറഞ്ഞു പിടിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് പശ്ചാത്തലത്തില് ഇതൊട്ടും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞങ്ങളൊക്കെ ഈ മരണ വീടുകളിലൊക്കെ ധാരാളം പ്രസംഗിക്കാൻ പോകുന്നവരാ. എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ ഞാൻ പോകും. അങ്ങനെ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ എങ്ങനെയെങ്കിലും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോകും. കാരണം ഞാൻ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുണ്ട്. പലയിടങ്ങളിലും ധാരാളം ആളുകൾ രക്ഷിക്കപ്പെടുന്നത്, സ്നാനപ്പെടാൻ കൈ ഉയർത്തുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസരം കൺവെൻഷന് പ്രസംഗിക്കുന്നതിനെക്കാട്ട് വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ പോകും. ഈ കുഴിമട്ടത്തിൽ കൊണ്ടുവച്ച് പിന്നെ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. സത്യത്തിൽ അവിടെയാണ് ഈ അടക്ക ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവച്ച് ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ഈ അടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിക്കും, ഇനി ആരെങ്കിലും അന്ത്യമായി ചുംബനം കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് വന്ന് മുഖം മൂടിയാട്ടെന്ന് പറയും. ഇപ്പം 2 ആൺമക്കൾ ഉണ്ടെങ്കിൽ ഒരാൾ ഇടത്തും ഒരാൾ വലത്തും നിന്നിട്ട് മുഖം വലിച്ച് മൂടും. മൂടിക്കഴിയുമ്പോൾ പിന്നെയാണ് ഞങ്ങൾ പറയുന്നത്, കർത്താവതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും എന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസത്തോടെ പൊടിവണ്ടായിരുന്നതുപോലെ മണ്ണോട് മണ്ണ് ചേരേണ്ടതിന് ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂഴിക്ക് ഏൽപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേനും 3 പ്രാവശ്യം മണ്ണ് ഇട്ട് കഴിയും. നീയോ പ്രിയ പിതാവേ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. ഇതങ്ങോട്ട് പറഞ്ഞു തിരികെ അടുത്ത പാട്ടാ. പേർ വിളിക്കുന്ന നേരം കാണും. ഒരിക്കൽ പോലും ചർച്ച വരാത്ത, ആരാധന നടക്കുമ്പോ പാസ്റ്ററെ ചീത്ത വിളിക്കുന്ന ഈ അച്ചായം മരിച്ച അടക്കപ്പെടുമ്പോ ഞാൻ പറയാണ്, പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ ഓഹരി പ്രാപിപ്പാൻ എന്റെ പ്രിയരെ, ഇതൊക്കെ ഞങ്ങൾ പറയും. അല്ല, അതിനകത്തൊരു കാര്യം ഞാൻ പറയാം. ഈ സത്യം പറയാൻ പറ്റാത്തടത്ത് വിശ്വാസം പറയും. അങ്ങനെ ചിലയിടത്ത് നമുക്ക് ഇന്ന് സത്യം പറയാൻ പറ്റത്തില്ല, അപ്പൊ നമ്മള് വിശ്വാസം പറയും. സ്തോത്രം. അതിന്റെ മാതൃക അബ്രഹാമാണ്.
കൊച്ചിനെയും കൊണ്ട് യാഗം കഴിക്കാൻ മോറിയക്കുന്നിലോട്ട് പോകുന്ന വഴിക്ക് വെച്ച് ചോദിച്ചു, അപ്പൊ തീയുണ്ട്, വിറകുണ്ട്, മൃഗം എവിടാന്ന് ചോദിച്ചു. സത്യം പറയാൻ പറ്റുമോ? പുള്ളി വിശ്വാസം പറഞ്ഞു. അങ്ങനെ യഹോവ, അതാ ഞാൻ പറഞ്ഞു, സത്യം പറയാൻ പറ്റാത്തടത്ത് വിശ്വാസം പറയും. അതുകൊണ്ട് ഈ അടക്കുന്നിടത്ത് പോയി വിശ്രമിച്ചു കൊള്ളുക, എഴുന്നേറ്റ് വരിക എന്നൊക്കെ പറയുന്നത് കൊണ്ട് എഴുന്നേൽക്കൊന്നൊന്നും ആരും ചിന്തിക്കരുത്. ജയിക്കുന്നവന് മാത്രമേ ഉയർപ്പുള്ളൂ. സ്തോത്രം. ജയിക്കുന്നവന് മാത്രമേ ഉയർപ്പുള്ളൂ. എന്റെ പ്രിയരെ, സ്തോത്രം. ബൈബിൾ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യരുതെന്ന് തന്നെയാണ്. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരത്തില്ല. അപ്പൊ തോറ്റവന് രണ്ടാം മരണത്തിൽ ദോഷം ഉണ്ട്, ഉറപ്പാണ്. രാമേ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ജയിച്ചേ പറ്റൂ, ജയിച്ചേ പറ്റൂ. ഇത് രസിപ്പിക്കുന്ന ഒരു സന്ദേശമൊന്നുമല്ല, എനിക്കറിയാം. സ്തോത്രം. ഇത് അത്ര ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കരമായിട്ട് ഒരാളെ അങ്ങ് വിശ്വാസത്തിൽ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ധൈര്യപ്പെടുത്തി അങ്ങനെ ഒരു സന്ദേശമൊന്നുമല്ല, എനിക്കറിയാതെ. പക്ഷെ ഇത് റിയാലിറ്റിയാണ്, പുസ്തകം പറയുന്ന സത്യമാണ്. ഹല്ലേലൂയ. 2-17 വാക്യത്തിൽ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. 2:26 പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. 3-5 വാക്യത്തിൽ പറയുന്നു, ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയത്തില്ല. 3-12 വാക്യത്തിൽ പറയുന്നു, ജയിക്കുന്നവനെ എന്റെ ദൈവത്തിന്റെ ആലയത്തെ തൂണാക്കും. 3-21 വാക്യത്തിൽ പറയുന്നു, ജയിക്കുന്നവന് എന്നോടുകൂടി ഇരിപ്പാൻ വരം നൽകും. 21-7 വാക്യത്തിൽ പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പൊ ആരാണ് ദൈവത്തിന്റെ മകനെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ, ജയിക്കുന്നവൻ. തോറ്റവനല്ല. കമോൺ, തോറ്റവനല്ല, ജയിക്കുന്നവൻ. സ്തോത്രം. ഒരിക്കൽ തെറ്റെന്ന് പറഞ്ഞതിലേക്ക് തിരിച്ചു പോകാൻ നമ്മുടെ മുന്നിൽ ഓരോ ഓപ്ഷനും ഇല്ല. ജയിച്ചേ പറ്റൂ, ജയിച്ചേ പറ്റൂ. അതല്ലേ സ്ട്രോങ് നിലപാടെന്ന് പറയുന്നത്. ജയിച്ചേ പറ്റൂ. ഈ നയമാൻ സൗഖ്യമായിട്ട് പോകാൻ നേരത്ത് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക എന്തോ ചെയ്യാനാ, എനിക്ക് നേരെ ചൊവ്വേ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ രാജാവ് എൻ്റെ കയ്യിൽ റിമ്മോന്റെ ക്ഷേത്രത്തിൽ വീണു വണങ്ങുമ്പോ ഞാനും കുനിഞ്ഞു പോകുന്നു, ഇതൊന്നും നടക്കത്തില്ല. ഇത് ന്യൂ ടെസ്റ്റ്മെന്റ് ആണ്. ഞാൻ നിങ്ങളോട് പറയാം, ഓൾഡ് ടെസ്റ്റ്മെന്റിനേക്കാൾ കട്ടിയാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. ആരോ പറയുന്നുണ്ട് എളുപ്പമാണ്, നമ്മൾ കൃപയിലാണ്. അങ്ങനൊന്നും അല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിനേക്കാൾ കട്ടിയാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. ഞാനത് ചുമ്മാ പറഞ്ഞതല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഒരാളെ കൊലപാതകി എന്ന് വിളിക്കണേ, ഒരുത്തന്റെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കിയാൽ പോരാ, അവൻ ചാകണമായിരുന്നു. അവൻ ചത്താലേ കൊലപാതകിയാകത്തുള്ളായിരുന്നു. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഒരാളെ വ്യഭിചാരി എന്ന് വിളിക്കണമെങ്കിൽ വ്യഭിചാരം എന്ന് പറയുന്ന കർമ്മം നടക്കണം. കർത്താവ് മലമുകളിൽ കയറിയിരുന്ന് പ്രഭാഷണം നടത്തിയപ്പോൾ ആ ന്യായപ്രമാണത്തിന്റെ ഹാഫ് ബോട്ടിൽ വെള്ളം എടുത്തിട്ട് കർത്താവ് അതിനകത്തേക്ക് ബാക്കിയൂടെ ചേർത്തിട്ട് പറഞ്ഞു, കുല ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. മറ്റേ കത്തി കുത്തി ഇറക്കി അവൻ ചത്താല് എന്നെ കൊലപാതകി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോ സഹോദരനെ പകച്ചാ മതി. പകയ്ക്കുക, പകയ്ക്കുക, ആ പദം എല്ലാവർക്കും അങ്ങോട്ട് ശരിക്കും മനസ്സിലാകത്തില്ല. പകയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നർത്ഥം. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാ. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ എപ്പോഴാണ് ഈ ലൈഫ് ഈസി ആകുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവുമായി ഇടപെടുമ്പോഴാ. പരിശുദ്ധാത്മാവ് നമ്മളെ തുണയ്ക്കാൻ നിൽക്കുമ്പോഴാണ് ഈ കാര്യം എളുപ്പമാകുന്നത്. ഒരാമേൻ പറഞ്ഞു. അപ്പം ജയിക്കുക എന്നുള്ളത് മസ്റ്റാണ്, വേറെ ഓരോ ഓപ്ഷനും ഇല്ല. ബൈബിൾ പറയുന്നതനുസരിച്ച് ജയിച്ചേ പറ്റൂ, വേറൊരു ഓപ്ഷൻ ഇല്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. അവിടെ ഒരു പ്രത്യേക പദമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചേ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും, എല്ലാവരും കൂടെ പറഞ്ഞേ, ഇതിലൊക്കെയും. ആ ഇതിലൊക്കെയും എന്ന് പറയുമ്പോ അവിടെ ആ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിലൊക്കെയും, സ്തോത്രം. ഇതിലൊക്കെയും ഏതാണ് ആ ഇതിലൊക്കെയും എന്ന് പറയുന്നത്? 35 വാക്യം തൊട്ട് നമ്മൾ വായിക്കണം.
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്. 7 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആരെന്ന് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം വാസ്തവത്തിൽ 38-ാമത്തെ വാക്യം തൊട്ട് കിടപ്പുണ്ട്. മരണം, ജീവൻ, ദൂതന്മാർ, വാഴ്ച, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഉയരം, ആഴം, മറ്റ് സൃഷ്ടികൾ. മൊത്തത്തിൽ 17 കൂട്ടം കാര്യങ്ങളാണ്. നിങ്ങൾ വേണേ എണ്ണിക്കോ, ഞാൻ പറഞ്ഞുതരാം. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, മരണം, ജീവൻ, ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഉയരം, ആഴം, മറ്റ് സൃഷ്ടികൾ. എനിക്ക് തോന്നുന്നത് നമ്മെ അസ്വസ്ഥപ്പെടുത്താൻ സാധ്യതയുള്ള മുഴുവൻ വിഷയങ്ങളെയും അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുക. അവിടെ ഇത് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിക്കുക: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? വേർപിരിക്കുന്നത് ആർ? നമ്മളിപ്പോ എവിടെയാ? ക്രിസ്തുവിന്റെ സ്നേഹത്തിലാ. കഷ്ടത വന്നാൽ വേർപിരിയുന്നില്ല, സങ്കടം വന്നാൽ വേർപിരിയുന്നില്ല, ഉപദ്രവം വന്നാൽ വേർപിരിയുന്നില്ല, പട്ടിണി വന്നാൽ വേർപിരിയുന്നില്ല, നഗ്നത വന്നാൽ വേർപിരിയുന്നില്ല, ആപത്ത് വന്നാൽ വേർപിരിയുന്നില്ല, വാള് വന്നാൽ വേർപിരിയുന്നില്ല, മരണം വന്നാൽ വേർപിരിയുന്നില്ല, ദൂതന്മാർ വന്നാൽ വേർപിരിയുന്നില്ല, വാഴ്ചകൾ വന്നാൽ വേർപിരിയുന്നില്ല, അധികാരം വന്നാൽ വേർപിരിയുന്നില്ല, ഇപ്പോഴുള്ളത് വന്നാൽ വേർപിരിയുന്നില്ല, വരുവാനുള്ളത് വേർപിരിയത്തില്ല, ഉയരമോ വേർപിരിയത്തില്ല, ആഴത്തിലുള്ളത് വന്നാലോ വേർപിരിയത്തില്ല, മറ്റിനി എന്തൊക്കെ ശ്രമിച്ചാലും വേർപിരിയത്തില്ല. അവിടെ ആ ദൂതന്മാർക്കോ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ പറയാം. ഞാൻ പകൽ പറഞ്ഞതുപോലെ പറയാം. ബൈബിളിന് പുറത്തുള്ള ഒറ്റ റെവലേഷനെ നമ്മൾ എടുക്കുന്നില്ല. ഈ ബിൽഡിംഗ് നിൽക്കുന്നത് ഒരു ഫൗണ്ടേഷനില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു 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 തൂക്കുകട്ട പിടിച്ചാണ് ഇതെല്ലാം പണിതേക്കുന്നത്. തോത് കറക്റ്റാ, അല്ലെങ്കിൽ എന്നാ ഇത് മറിഞ്ഞ് താഴെ പോയന്. ഇതുപോലെയാണ് സഭ നിൽക്കുന്നത്, ഒരളവിനകത്താണ്. ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ ജീവനുള്ള കല്ലുകളെ വെച്ച് പണിതിരിക്കുകയാണ്. അളവ് ബൈബിളാണ്. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതിനകത്ത് പറയാത്ത ഒരൊറ്റ ശുശ്രൂഷക്കകത്ത് ചെന്ന് നിന്നേക്കരുത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ദൂതന്മാർക്ക് പോലും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ചിന്തിക്കും, ഞാനിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദൂതന് പിണക്കം വരത്തില്ല. ദൂതന് പിണക്കം വരത്തില്ല. യോഹന്നാൻ ദൂതന്റെ കാൽക്കൽ വീഴാൻ തുടങ്ങിയപ്പോ ദൂതൻ എന്നാ പറഞ്ഞേ? അരുത്, അരുതരുത്, അരുതരുത്. ദൂതൻ പറയും അരുതരുത്. ആരാധന ദൈവത്തിനുള്ളതാ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദൂതന്മാർക്കോ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക അത് പിശാചിനെ അല്ലല്ലോ. പിശാചിനെ കുറിച്ച് പറയുന്ന അവിടെ ഉണ്ട്. വാഴ്ച, അധികാരങ്ങൾ. വാഴ്ച, ആർക്കോസ്. അധികാരങ്ങൾ, എക്സൂസിയാസ്. ആർക്കോസ് എന്ന് പറയുമ്പോൾ ചീഫ് റൂളർ കമാൻഡർ. പിശാചിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ആ വാഴ്ച, ആ വാഴ്ച, ആ സാതാന്യ ലോകത്തിന്റെ ഹൈറാർക്കി സിസ്റ്റം. അതിന് ഏറ്റവും ഉയർന്ന ആ പവറാണ് ഈ ആർക്കോസ് എന്ന് പറയുന്നത്. അതാ വാഴ്ച. അധികാരം അതിന്റെ സെക്കൻഡ് ലെവലാ, എക്സൂസിയാസ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ ഇവയ്ക്ക് കഴിയത്തില്ല. അത് പറയുന്നത് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം
ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞേ, ഇതിലൊക്കെയും. ഈ കഷ്ടത, സങ്കടം, ഞാൻ കഷ്ടത സങ്കടം എന്ന് പറയുന്ന രണ്ട് പദങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയാം. കഷ്ടത എന്ന് പറയുന്നത് ബാഹ്യമായതും സങ്കടം ആന്തരികവുമായതും. കഷ്ടത, ഉപദ്രവം, ഇതെല്ലാം ബാഹ്യമായി ഉണ്ടാകുന്നതാണ്. ഹല്ലേലൂയ. നമുക്കെതിരെയുള്ള അറ്റാക്കുകളാണ്. ഞാനത് കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. കഷ്ടത, ഉപദ്രവം എല്ലാം ബാഹ്യമായി വരുന്നതാണ്. പക്ഷെ സങ്കടം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഉള്ളതാണ്. ഇപ്പം ബാഹ്യമായതോ ആന്തരികമായതോ നമുക്കെതിരെ നിന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? അതൊരു വ്യക്തിയുടെ വ്യക്തിപരമായ തീരുമാനമാണ്. നിങ്ങൾ അറിയണം, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ പിശാച് ഉപയോഗിക്കാൻ സാധ്യതയുള്ള സകല സാഹചര്യങ്ങളെയും ഉപയോഗിക്കും. അതായത് ഒരിക്കൽ വേർപെട്ടാൽ പിന്നീട് കഴിയാത്ത വിധത്തിലുള്ള ഒരു വേർപാട്. ഒരുപക്ഷെ ഞാനതങ്ങനെ പറയുമ്പം നിങ്ങളുടെ അകത്ത് പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായേക്കും. അപ്പൊ പാസ്റ്ററെ, പോയാൽ പോയതാണോ ഒരു തരത്തിലും പോകരുതെന്നുള്ള ആശയത്തിലാണ് ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയനെ, നമുക്ക് പിന്മാറാൻ ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങൾ എബ്രായ ലേഖനം 10:38 വാക്യം വായിച്ചു നോക്ക്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അടുത്തത്, പിന്മാറുന്നു എങ്കിൽ എന്നാ? പറ വായിക്കേ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ല, ഒരു വാക്കുകൂടെ ഉണ്ട് അതിന് മുമ്പ്. അല്ലല്ല, അതാണ് എന്റെ നീതിമാൻ. ഒന്നുകൂടെ പറഞ്ഞേ, എന്നാ? ഒന്നുകൂടെ പറഞ്ഞേ, എന്റെ കർത്താവ് പറയുക, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അടുത്തത്, പിന്മാറുന്നുവെങ്കിൽ. അപ്പൊ നീതിമാൻ, കർത്താവ് പറയുക എന്റെ നീതിമാനാണ്. നിങ്ങൾ ഈ എന്റെ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കും. എന്റെ, ഇപ്പൊ ഞാൻ പറയും, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, പറഞ്ഞു നോക്കി, എന്റെ മക്കൾ. നമ്മളതിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഇല്ലേ? അതുപോലെ കർത്താവ് പറയുന്നേ എന്റെ. എന്റെ എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ട്. അവിടെ കർത്താവ് പറയുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അടുത്തത്, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. പിന്മാറുന്നു എങ്കിൽ, അപ്പൊ ഓപ്ഷൻ ഉണ്ടോ? പറ. തൊട്ടത് അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പിന്മാറാൻ ഒരു ഓപ്ഷൻ ഇല്ല നമ്മുടെ മുന്നിൽ. ഞാൻ നിങ്ങളോട് പറയുമ്പോ പിന്മാറുക മാത്രമല്ല, മടുക്കാൻ പോലുമുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. ഈ പിന്മാറുന്നു എങ്കിൽ എന്ന് പറയുന്ന ആ വേർഡുണ്ടല്ലോ, അതിന് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്ന പദം ഹുപ്പോസ്റ്റല്ലോ എന്നാ. ഹുപ്പോസ്റ്റല്ലോ എന്ന് പറയുമ്പോൾ തളരുക, പിൻവാങ്ങുക എന്നൊക്കെയാ. തളരുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും തളർന്നാണ് വരുന്നത്. ഞങ്ങൾ വിവാഹത്തിനൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, മെന്റലി ഡിവോഴ്സ്ഡ്. ചില ആളുകള് ഒരു കൂരയ്ക്ക് കീഴിൽ ഒരുമിച്ച് കഴിയുന്നതേ ഉള്ളൂ, പക്ഷെ മാനസികമായി അവർ വിവാഹമോചിതരാ.
മനസ്സിലാകുന്നുണ്ടോ? ഒരു വീട്ടിൽ കഴിയുന്നേ ഉള്ളൂ. കോടതിയിൽ അവര് ഭാര്യ ഭർത്താവുക, പക്ഷെ മാനസികമായി അവര് വിവാഹമോചിതരാ. ഇതുപോലെ ചിലരങ്ങ് വരുന്നേ ഉള്ളൂ, വന്നങ്ങ് ഇരിക്കുക. ഹല്ലേലൂയ. ഇപ്പൊ ഈ പദങ്ങളൊക്കെ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ഈ ഹുപ്പോസ്റ്റെല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ ഫോൺ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഈ പറഞ്ഞൊക്കെ ശരിയാണോ. തളരുക, തളർന്നു പോകുക, തളരാൻ പോലും അനുവാദമില്ല. പിന്നല്ലേ പിന്മാറി പോകുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ മുന്നിൽ ഓരോ ഓപ്ഷനും ഇല്ലെന്നാ ഞാനീ പറയുന്നത്. ഹല്ലേലൂയ. ഈ പിന്മാറിയാൽ എന്നാ പറ്റുന്നത്? നമ്മളെ വായിച്ച വാക്യത്തിൽ പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പിന്മാറിയ ദൈവപ്രസാദത്തിൽ നിന്ന് പുറത്തു പോവുക, അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ ഒരു ഫേവർ ഉണ്ടല്ലോ. ഇളയവനെ സ്നേഹിച്ചു, മൂത്തവനെ ദ്വേഷിച്ചു. യേശുവിന് വന്നൊരു പ്രോബ്ലം ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. നമ്മൾ ആ യാക്കോബിന്റെ ആ ഒരു ലെവലിൽ നിന്ന് എങ്ങോട്ട് പോവാ? രണ്ട് ഇസഹാക്കിന്റെ സന്തതിയാ, പക്ഷെ ദൈവം പറയുന്നു ഞാന് ഇളയവനെ സ്നേഹിച്ചു, മൂത്തവനെ. പിന്മാറാനുള്ള പ്ലാനിങ് നടത്തുകയാണെങ്കിൽ ദൈവപ്രസാദത്തിൽ നിന്ന് പുറത്തു പോവുക. അപ്പൊ ഈ 17 കൂട്ടം കാര്യങ്ങള് നമ്മൾ വരുത്തുന്ന ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയാം, എവിടെ ഇതുപോലെ ഒരു പ്രശ്നം വന്നാലും പിശാച് കയറും. പിശാച് കയറിയിട്ട് അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കും. ഞാനത് പറയുമ്പോൾ 1 തെസ്സലോനിക്ക ലേഖനം 3-5 വാക്യത്തില് തെസ്സലോനിക്ക സഭയെ കുറിച്ച് പൗലോസ് ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയി എന്ന് ഞാൻ ഭയപ്പെട്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളിനെ അയച്ചു. കണ്ടോ, തെസ്സലോനിക്ക സഭ വലിയ പീഡനത്തിലൂടെ പോകുക. അത് 3 വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 4 വാക്യം. അങ്ങോട്ടും തന്നെ സംഭവിച്ചു. മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുണ്ട്, അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. എന്നിട്ട് 5 വാക്യത്തിൽ പറയുക, സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, കഷ്ടം വന്നപ്പോ പൗലോസിന് അറിയാം മറ്റേ പുള്ളി കയറും. ആര്? പിശാച് കയറും. പരീക്ഷകൻ കഷ്ടം വന്നപ്പോ പരീക്ഷകൻ കയറുമെന്നുള്ളത് പിശാചിനറിയാം, പൗലോസിനറിയാം. അപ്പൊ പൗലോസ് ആശങ്കപ്പെടുക, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ. ഇന്ന് റജിപ്പാസിനോടല്ല പറയേണ്ടത്, കർത്താവിനോട് പറയണം, പിന്മാറത്തില്ല, പിന്മാറത്തില്ല. നമ്മുടെ ഏത് പ്രശ്നത്തെയും പെട്ടെന്ന് ദൈവസ്നേഹവുമായിട്ട് കൂട്ടി ഒന്നും മാറ്റുരയ്ക്കുന്നത് പോലെ ഉരച്ചു നോക്കാൻ പിശാച് പ്രേരിപ്പിക്കും. നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് ഒരു കരുണയില്ലാത്ത പോലല്ലേ ഈ ചെയ്യുന്നത്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞോ? കർത്താവ് കൈവിട്ടോ? ശുശ്രൂഷ തീർന്നു? ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ചോദിക്കുക ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രശ്നങ്ങൾ വരുത്തുന്ന ഒരു പ്രഹരമുണ്ട്. പുറത്തു നിന്നുള്ള സമ്മർദ്ദം, ആന്തരിക കഷ്ടം, വൈഷമ്യം, ദുരിതം, ഉത്കടമായ വ്യഥ, തീവ്ര ദുഃഖം, സ്തോത്രം, വഴി അടഞ്ഞു എന്നൊരു തോന്നൽ, വിടുതൽ കാണുന്നില്ല എന്ന ചിന്ത, ബലഹീനത, ആശയക്കുഴപ്പം, ചിലപ്പോൾ കേൾക്കേണ്ടി വരുന്ന അപകീർത്തികൾ, അപവാദങ്ങൾ, ആമേൻ, ഞെരുക്കങ്ങൾ, ഇവയെല്ലാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയേക്കാം. ഹല്ലേലൂയ. പൗലോസിനെയൊക്കെ സംബന്ധിച്ച് ഇത് മാത്രമല്ലായിരുന്നു, നാടുകടത്തൽ ഉണ്ടായിരുന്നു. നാടുകടത്തൽ. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെ ഇളക്കി പൗലോസിന്റെ ബർന്നബാസിന്റെ നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി. അപ്പോസ്തലപ്രവൃത്തി 13:50. നാടുകടത്തി അവരെ നാടുകടത്തി. ആമേൻ. അവർ ജയിലറകളിൽ കഴിയേണ്ടി വന്നു.
പൗലോസൊക്കെ വർഷങ്ങൾ ജയിലിൽ കിടന്നു. നമ്മൾ ഈ എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസി ലേഖനം അവയെ വിളിക്കുന്ന പേര് പ്രിസൺ എപ്പിസ്റ്റൽസ് എന്ന കാരാഗ്രഹ ലേഖനങ്ങൾ. വർഷങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്നു. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്റെ ചങ്ങല ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് കാവൽക്കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. കാവൽക്കൂട്ടം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. റോമൻ ഒഫീഷ്യൽസ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? റോമൻ ഒഫീഷ്യൽസ്, സ്തോത്രം. അല്ലെങ്കിൽ ഇമ്പീരിയൽ ഗാർഡ്സ്, ആ സാമ്രാജ്യത്തിന്റെ പടയാളികൾ. അവർക്ക് മനസ്സിലായി ഇയാളൊരു ക്രിമിനൽ അല്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു തടവ് ശിക്ഷ അനുഭവിച്ച ഒരാളോട് എങ്ങനെയായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും നമ്മൾ അയാളെ കാണുന്നത്? ഇതെല്ലാം ഒരു വലിയ പ്രശ്നമായിരുന്നു. പൗലോസ് ഇപ്പൊ പറയുന്നു, എന്റെ ചങ്ങല ക്രിസ്തു നിമിത്തമാണെന്ന് ഇവർക്കല്ലേ ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. അപ്പൊ വന്നപ്പോ ഇവരെങ്ങനെ ട്രീറ്റ് ചെയ്തത്? ഇതെല്ലാം വലിയ പ്രശ്നമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇവര് പ്രഖ്യാപിക്കുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നത് ആർ? ആത്യന്തികമായി അവരുടെ മേൽ ജയം നേടാൻ പിശാചിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ജയിലുകളിൽ അവർ നെടുവീർപ്പിടുകയല്ലായിരുന്നു. കൂട്ടിലടക്കപ്പെട്ട ഒരു പക്ഷി പാടുന്നത് പോലെ ജയിലുകളിൽ അവർ പാടി. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മനോഹരങ്ങളായ താഴികക്കുടങ്ങളുള്ള കൊട്ടാരങ്ങളെ പോലെ ജയിലുകളെ അവർ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വേദികളാക്കി മാറ്റി. ഹല്ലേലൂയ. പീഡനം അവരെ പുറകോട്ടടിക്കുകയല്ലായിരുന്നു. പ്രശ്നം അവരെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുകയല്ലായിരുന്നു. ദൈവസ്നേഹത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. പ്രശ്നങ്ങൾ എപ്പോഴും ഒരു മെതിക്കളം പോലെയാ. ഗോതമ്പ് മെതിക്കുന്ന, നെല്ല് മെതിക്കുന്ന ഒരു മെതിക്കളം. മെതിക്കളം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവൻ മിഷൻ ഇറങ്ങി മെതിക്കാൻ തുടങ്ങിയത് കൊണ്ട് എന്തായാലും പ്രോസസ് എല്ലാം ഒരുപോലെയാ. മെതിക്കളത്തിൽ മനുഷ്യൻ ചവിട്ടുക. ചിലപ്പോൾ മെതിക്കളത്തിൽ അടിക്കും, കറ്റയെടുത്ത് അടിക്കും. ഇതുപോലെയായിരുന്നു അവർ മെതിക്കപ്പെടുകയായിരുന്നു. ഞാൻ പറയാം, മെതിക്കളത്തിൽ അവർ മെതിക്കപ്പെട്ടപ്പോ അവരിൽ നിന്ന് വേർപെട്ടു പോയത് വിലയില്ലാത്ത പതിരും വിലയില്ലാത്ത വൈക്കോലുവാ. വിലയുള്ളത് മാറി നിന്നു. ആമേൻ. മെതിക്കളത്തിൽ നിന്ന് ആമേൻ കാപട്യങ്ങളെല്ലാം മാറി ശുദ്ധമായത് പുറത്തേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് അവരെ ഉറക്കെ ചോദിച്ചു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വേർതിരിക്കുന്നത് ആ? ശബ്ദം ഉയർത്തി രാമൻ പറഞ്ഞോട്ടെ. സ്നേഹത്തിൽ നിന്ന് അവർ വേർപെട്ടില്ല. പോണ്ടോ? ഒന്നോടെ ഞാൻ പറയാം, ദൈവസ്നേഹത്തിൽ നിന്ന് അവർ വേർപെട്ടില്ല. അവർ കഷ്ടതയുടെ സമ്മർദ്ദത്തെ അവരെ മറികടന്നു. അവർ പുറകോട്ട് പോയില്ല. അവർ ആ സമ്മർദ്ദത്തെ മറികടന്നു. പ്രത്യാശ നൽകുവാൻ അവർ ബലവാനോട് നിലവിളിച്ചു. ഇതിലേതെങ്കിലും പ്രോബ്ലംസ് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? വിശ്വാസ ജീവിതത്തിനെതിരെ നിങ്ങൾക്കെതിരെ ഒരു ചലഞ്ച് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ? കർത്താവിനോട് പ്രാർത്ഥിക്കണം. അവർ ചെയ്തതുപോലെ, കർത്താവേ എനിക്ക് കരുത്ത് തരണം. ഞാൻ വായിച്ചിട്ടുണ്ട്, ഈന്തപ്പനയിൽ കൂടുതൽ ഭാരം തൂക്കിയിടുമ്പോ ആമേൻ അത് കൂടുതൽ ഉയരത്തിലേക്ക് പോകും, കൂടുതൽ സ്ട്രെയിറ്റ് ആകും. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളിൽ നമ്മൾ കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിക്കത്തക്ക വിധത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗിൽ മോർണിംഗ് ഗ്ലോറിയിൽ ഞാൻ പ്രസംഗിച്ചോ പറഞ്ഞൊരു കാര്യം, കഠിനമായ പ്രശ്നങ്ങളെ പ്രാർത്ഥന മുറിയിൽ കൈകാര്യം ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പത്രോസിനെയും മറ്റും പിടിച്ച് അവർ അടിച്ചു. ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് പറഞ്ഞു. അവർ തങ്ങളുടെ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു.
അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ വിത്ത് വൺ അക്കോർഡ്, വിത്ത് വൺ പർപ്പസ്, വിത്ത് വൺ മൈൻഡ്. ഞാനൊരു ചർച്ചിൽ എപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ വൺ പർപ്പസിൽ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ വൺ മൈൻഡിൽ പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥന വിഷയം അവതരിപ്പിക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ അതിനു വേണ്ടിയൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തായാലും ഞാൻ ഉപവാസം ഉള്ള സമയം എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാൽ. അതല്ല സഭയുടെ രീതി. മറുപടി വരുന്നത് അങ്ങനല്ല. ഞാൻ എന്തിനാ ഇതിനെല്ലാം കൂടെ വേണ്ടി, മധ്യപ്രദേശിൽ ഏതാണ്ട് പ്രശ്നം നടക്കുന്നു പറഞ്ഞാൽ ഞാൻ എന്തിനാ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഉഗാണ്ടയിൽ ഏതാണ്ട് പ്രശ്നം നടക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, അവിടെ നിന്ന് എന്തായാലും നടന്നോളൂ, ഞാൻ ആ സമയത്ത് എൻ്റെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതല്ല, വിത്ത് വൺ പർപ്പസ്. മറുപടി വരുന്നത് ഒറ്റ പർപ്പസിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്, മറുപടി വരുന്നത് ഒറ്റ മൈൻഡിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പം വലിയ പ്രശ്നം വന്നപ്പോൾ ഇവർ പ്രാർത്ഥനയ്ക്കകത്ത് അതിനെ കൈകാര്യം ചെയ്തു. ഞാൻ പറയാം, നിൽക്കാൻ മേലാത്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതുമായി പ്രാർത്ഥനയ്ക്കകത്തേക്കാണ് കയറേണ്ടത്. ഫേസ്ബുക്കിൽ എന്താ പറയുന്നത്, സ്റ്റാറ്റസ് ഇടുകയോ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുകയോ, ഇപ്പം നമ്മുടെ പിള്ളേരെല്ലാം ഇൻസ്റ്റയിലാണല്ലോ, ഇൻസ്റ്റയിൽ കയറി സ്റ്റാറ്റസ് ഇടുക. ഇതൊന്നും അല്ല ആവശ്യം. നമ്മുടെ പ്രശ്നവും ഉയർത്തിപ്പിടിച്ചോണ്ട് ഫേസ്ബുക്ക് മുതലാളിയുടെ വീട്ടിൽ പോകരുത്, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. രാമൻ പറഞ്ഞിട്ട് അപ്പൊ അവര് ദൈവത്തോട് നിലവിളിച്ചു. ഇയ്യോബിനെ പോലെ അവര് നഷ്ടത്തിലൂടെ കഷ്ടത്തിലൂടെ കടന്നുപോയി. പക്ഷെ ഒടുവിൽ ഒരു രാജാവിനെ പോലെ അവർ പൊടിയിൽ നിന്ന് എഴുന്നേറ്റു. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. ശബ്ദം ഉയർത്തിയ രാമൻ പറ. വിവാഹ ദിവസത്തിൽ ഒരു മണവാട്ടി മണവാളന് കൈ കൊടുക്കുന്നത് പോലെ ആമേൻ, അവർ മരണത്തിന് കൈ കൊടുത്തു. അവരെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. റോമൻ കൊലോസ്യങ്ങളിലേക്ക് വന്യമൃഗങ്ങളുടെ മാളങ്ങളുടെ വാതിലുകൾ തുറന്നു വിട്ടു. വന്യമൃഗങ്ങൾ, പട്ടിണി കിടന്ന മൃഗങ്ങൾ റോമൻ കൊലോസ്യങ്ങളിലേക്ക് ചാടി വന്നു. ജീവനോടെ വിശുദ്ധന്മാരെ അവർ ഭക്ഷിച്ചു. ക്രിസ്തുവിനെ തള്ളി പറഞ്ഞില്ല. മരണത്തിന്റെ മുൻപിൽ ഞാൻ എത്ര പേരുകൾ പറയാം. സിംബോറോസ വായിച്ചു നോക്കണം, ഇഗ്നേഷ്യസ്, പോളികാർപ്പ്, ഇങ്ങനെ എത്ര പേരുകൾ പറയണം. സഭാപിതാവെ തൃതുല്യം പറഞ്ഞത്, ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദി ചർച്ച്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. അവരെ നമ്മൾ പറയേണ്ട കാര്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? അതവിടെ വായിക്കുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം. ഇതിലൊക്കെയും പൂർണ്ണ ജയം. ഒരുപക്ഷെങ്കിൽ ഈ പറയുന്നത് പോലെ ആമേൻ, ഈ 17 പര ലിസ്റ്റുകൾ എല്ലാം ഇന്ന് നമ്മുടെ മുന്നിൽ ഇല്ല. ഏതാണ്ട് 99% ആളുകളും സാമ്പത്തികമായി സ്വസ്ഥതയുള്ളവരാ. അതുകൊണ്ട് നമുക്ക് പട്ടിണിയല്ല വിഷയം. ആ കാലഘട്ടത്തിൽ അവിടെ പട്ടിണി ഉണ്ടായിരുന്നു. പട്ടിണി എന്നല്ല വാസ്തവത്തിൽ അതിന്റെ ഒറിജിനൽ വേർഡ് ക്ഷാമമെന്ന. കഴിക്കാൻ ആഹാരം ഇല്ലായ്മ അല്ല. മലയാളത്തിൽ എഴുതി വന്നപ്പോൾ അങ്ങനെ വന്നതാ. മലയാളത്തിൽ അതുപോലെ ഒത്തിരി പദപ്രയോഗങ്ങൾ, അനാവശ്യമായ പല പദപ്രയോഗങ്ങളും വന്നിട്ടുണ്ട്. അത് ഈ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമ്മുടെ സായിപ്പന്മാരെ സഹായിച്ച് ചാത്തുമേനോന്റെ സംഭാവനയായിട്ട് മലയാളം ബൈബിൾ വന്നതാ. ചാത്തുമേനോൻ ഒരു നല്ല ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം ബൈബിൾ പരിഭാഷപ്പെടുത്തിയതിന് ശേഷമാണ് സ്നാനപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കുറെ പദസമ്പത്ത് വന്നിട്ടുണ്ട്. ഈ അപ്പോസ്തലപ്രവൃത്തിക്കകത്തൊരു പദമുണ്ട്, പട്ടണമേനവൻ. നിങ്ങൾ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പട്ടണമേനവൻ എന്ന്? അച്ഛാ ഇന്ന് പ്രാർത്ഥനയ്ക്ക് കണ്ടില്ലല്ലോ, ഒന്ന് പറയണ്ട എൻ്റെ പാസ്റ്ററെ, പട്ടണമേനവനെ കാണാൻ പോയേക്കുവായിരുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്ത് ഈ പട്ടണമേനവൻ? ഈ പട്ടണമേനവൻ എന്ന് പറഞ്ഞ് ടൗൺ ക്ലർക്ക് എന്ന് നമ്മൾ പറയത്തില്ല, മുനിസിപ്പാലിറ്റി സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ടൗൺ ക്ലർക്ക്. പക്ഷെ പുള്ളി അദ്ദേഹത്തിന്റെ ഭാഷാ പാണ്ഡിത്യത്തിൽ പട്ടണമേനവൻ എന്ന് എഴുതിയതാ. എന്നാൽ ചില വാക്കുകളൊക്കെ വളരെ രസകരമായി മലയാളത്തിലുണ്ട് കേട്ടോ. ചില വാക്കുകൾ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഭാഷയുടെ ചില പ്രശ്നങ്ങളാണ്. അപ്പം പട്ടിണി എന്നല്ല വരേണ്ടത്, ക്ഷാമം. അപ്പൊ അന്നിന്റെ പല പ്രശ്നങ്ങൾ ഇന്ന് നമുക്കില്ല. ഇന്ന് നമുക്കെതിരെ നിൽക്കുന്ന ചലഞ്ചസ് എന്നാന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിന്റെ മൃദുവാക്ക്. ലോകത്തിന്റെ മൃദുവാക്ക് നിങ്ങൾ എപ്പോഴും അറിയണം. ലോകം ക്രിസ്തീയ ജീവിതത്തിന് എതിരാണ്. ട്രെൻഡുകൾ ക്രിസ്തീയ ജീവിതത്തിന് എതിരാണ്. ഫാഷനുകൾ ക്രിസ്തീയ ജീവിതത്തിന് എതിരാണ്.
എന്നോട് പിണങ്ങരുത്. നിങ്ങൾ കർത്താവിന് കൈ കൊടുത്തെങ്കിൽ ട്രെൻഡിന്റെ പുറകെ പോകരുത്. ഞാനിത് പറയുമ്പം യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വ്യഭിചാരിണികളായുള്ളവരെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. എന്നാ ലോകസ്നേഹം, ലോകസ്നേഹം അത് ദൈവത്തോട് ശത്രുത്വമാണ്. അടുത്ത ഭാഗമുണ്ട്, ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അടുത്ത ഭാഗമുണ്ട്, അല്ലെങ്കിൽ തിരുവെടുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുവോ? ലോകത്തിന്റെ സ്നേഹിതനാകാൻ പാടില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക പദമുണ്ട്. യോശുവയും ആ കാലത്തുള്ള പിതാക്കന്മാരും കഴിഞ്ഞ ശേഷം ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ വന്നെന്ന്. ന്യായാധിപന്മാർ 2:10. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ട്. എന്നാ തലമുറ? എന്നാ നിങ്ങൾക്ക് അവിടെ ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നുന്നേ? ഇപ്പോഴും യാഗമുണ്ട്. ഹലോ, ചൊല്ലും ചെലുത്തും എല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട്. സ്വതന്ത്രം. സംഭവമൊക്കെ ഭയങ്കര പരിപാടി ഇങ്ങനെ നടക്കുകയാണ്. അവിടെ യാഗം നടക്കുന്നു, ഒരിടത്ത് വലിയ യാഗം നടക്കുന്നു, ഇപ്പുറത്ത് വലിയ ആരാധന. വലിയ ആരാധന, നമ്മുടെ ഭാഷ പറഞ്ഞാൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഭയങ്കര ആരാധന നടക്കുക. പക്ഷെ കർത്താവ് ഇപ്പുറത്ത് മാറി നിന്നിട്ട് പറയുക, വേറൊരു തലമുറയാ. യോശുവയ്ക്കും പിതാക്കന്മാർക്കും ഒക്കെ അറിയുന്നത് പോലെ ദൈവത്തെ അറിയാത്ത എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വേറൊരു തലമുറയാകാൻ പാടില്ല. നമ്മളെല്ലാം പരിപാടിയും ചെയ്യുന്നുണ്ട്, പക്ഷെ കർത്താവ് പറയുക വേറൊരു തലമുറ. അങ്ങനെ പറയരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിന്റെ മൂല്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. ഒരാമയും പറഞ്ഞു, നമ്മൾ ഇതിന്റെ മൂല്യത്തിന് വേണ്ടി നിൽക്കുക. കർത്താവ് ഒരിക്കലും നമ്മളെ നോക്കിയിട്ട് വേറൊരു തലമുറ എന്ന് പറയരുത്. ജീസസ്. വേർപിരിയാനാവാത്ത വിധത്തിൽ കർത്താവുമായിട്ട് ബന്ധമുള്ള ഒരു 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 തലമുറ. ഇന്നിന്റെ നമ്മുടെ സ്ട്രഗിൾ എന്താണ്? ലോകത്തിന്റെ മൃദുവാക്കുകൾ, അതിന്റെ എണ്ണമയമുള്ള സംസാരങ്ങൾ, മധുരതരമായ സംസാരങ്ങൾ, അതിന്റെ വഞ്ചന, അതിന്റെ കാപഠ്യങ്ങൾ, അതിന്റെ ഫാഷനുകൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, വിവാഹം നിശ്ചയിച്ച കാലത്തെ നിന്റെ സ്നേഹം. 20 വർഷമായിട്ട് പെട്ടകത്തെ ഹാൻഡിൽ ചെയ്തത് ഈ പുള്ളിയാ, ഉസ. അപ്പോ പെട്ടകം ഇപ്പൊ ദാവീദ് കാളവണ്ടിയെ കയറ്റിയിട്ട് കൊണ്ടുപോകുമ്പോ പുള്ളി ചേർന്ന് നിൽക്കുക. കാരണം ഫെമിലിയർ ആണ് പെട്ടകമായിട്ട്. ഉസേ, നിനക്ക് പെട്ടകത്തെ നല്ലപോലെ അറിയത്തില്ല. നിന്റെ വീട്ടിൽ പെട്ടകം ഇരുന്നപ്പോ ഇത് പെട്ടിയായിരുന്നു, പക്ഷെ ഇത് ആരാധന വന്നപ്പോ അതിന്റെ സ്വഭാവം മാറി. പിടികിട്ടുന്നു എന്റെ ചിന്ത. ആരാധന വന്നപ്പോ പെട്ടകത്തിന്റെ സ്വഭാവം മാറി. ആമേൻ. ഗ്ലോറി. പെട്ടകത്തിൽ മഹത്വം ഇറങ്ങി വന്നു. ഇവൻ ഇതേ കയറി പിടിച്ചപ്പോ ഉണ്ടല്ലോ, പെട്ടകത്തിന്റെ സ്വഭാവം കാണിച്ചു. ഉസ ചത്തുപോയി. നമുക്കെല്ലാം സംഭവിക്കുന്നത് ഈ ഫെമിലിയാരിറ്റിയാണ്. ദൈവം നമ്മുടെ മൂത്ത അളിയനോട് ഇടപെടുന്ന പോലെയാണ് നമ്മൾ പല സന്ദർഭത്തിലും ദൈവത്തോട് ഇടപെടുന്നത്. നമ്മുടെ ആള് അങ്ങനൊന്നുമല്ല. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമേ പറ, അങ്ങനല്ല. ഞാൻ വീണ്ടും പറയാം, അങ്ങനല്ല.
അങ്ങനല്ല. ദൈവം നമ്മുടെ മൂത്ത അളിയന്റെ സ്ഥാനത്തൊന്നുമല്ല. ഇവ നീ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. ഫെമിലിയാരിറ്റി ഒക്കത്തില്ല കർത്താവിന്റെ സന്നിധിയിൽ. ഓ, ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഗ്ലോറി. പക്ഷെ പെട്ടകം അടുത്ത വീട്ടിൽ ചെന്നേ. ഏത് വീട്ടിലാ? ഒബേദേദോമിന്റെ വീട്ടിൽ. ഒബേദേദോം എന്ന വാക്കിന്റെ അർത്ഥം എന്നാന്നറിയോ? വോർഷിപ്പർ, ആരാധിക്കുന്നവൻ. ആസായുടെ കൊയർ ടീമിലെ ആളായിരുന്നു ഒബേദേദോം. ഹാർപ്പിസ്റ്റ്. ഹല്ലേലൂയ. ആരാധിക്കാൻ അറിയാവുന്നവന്റെ വീട്ടിൽ പെട്ടകം ചെന്നപ്പോ പെട്ടകത്തിന്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഈ ചിന്നു കേട്ടോണേ, ഈ വോർഷിപ്പ് പ്രഭാഷണത്തെക്കാൾ ഭയങ്കര സ്ട്രോങ് ആണ്. കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് വോർഷിപ്പ്. ഈ കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്ന ദാവീദെങ്കിലും 1-ാം തലമുറയ്ക്ക് പോലും കൃപയിൽ നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ ആസഫിന്റെ 6 തലമുറ വരെ ആലയത്തിലുണ്ടായിരുന്നു. 6 തലമുറ വരെ. ഞാൻ വേണമെങ്കിൽ റെഫറൻസ് തരാം. 6 തലമുറ വരെ ആലയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സത്യസന്ധമായി ആരാധിക്കുന്നവനോടുള്ള, അല്ലെങ്കിൽ സത്യസന്ധമായി ഈ ആസാഫ്, യെദൂഥൂൻ തുടങ്ങിയവര് ആ കാലഘട്ടത്തിന്റെ സംഗീതജ്ഞരായിരുന്നു. ഈ യെദൂഥൂനെ കുറിച്ച് പറയുന്നത് കിന്നരം കൊണ്ട് പ്രവചിച്ചവനെന്ന്. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളെന്ന്, ഒരു നിത്യതയുണ്ടെന്ന്. ഇതൊക്കെ ഓർപ്പിക്കുന്ന പാട്ടുകൾ വളരെ കുറവാ. പകല് ഞാൻ പാടിയ പാരിൽ പാർക്ക് വൽപ്പായിസിൽ അങ്ങനെ ഏതാനും ചില പാട്ടുകളേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ ഭൗതികതയെ ഫോക്കസ് ചെയ്താണ് ഈ പാടുന്ന മൊത്തം. ഹല്ലേലൂയ. അതൊന്നും അവിടെ നിന്ന് പാടത്തില്ലേ. ഈ ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലായ പാട്ട് ഞാൻ പറയാം. ഈ നിത്യതയിലെ ഒരു വലിയ പാട്ടായിരിക്കും രക്ഷ. അങ്ങനെ ഒരു പാട്ടുണ്ട്. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ദാനമെന്ന് അവരൊരു പുതിയ പാട്ട് പാടുന്നു. അവിടുത്തെ വലിയ പാട്ട് രക്ഷയായിരിക്കും. രക്ഷിക്കപ്പെട്ടതുണ്ടാകും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നിത്യത കാണുമ്പം നമ്മൾ അത്ഭുതപ്പെടും. എൻ്റെ ദൈവമേ, നിത്യത ഞാൻ അനുഭവിക്കാൻ ഇട വന്നത് രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ. അത് നമ്മൾ പാടും, രക്ഷ. ആമേൻ. രക്ഷദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. അവിടെ പാടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പിന്നെ പാടുന്ന ക്രൂശീകരണമായിരിക്കും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ജാതിയിലും സകല ഗോത്രത്തിലും സകല ഭാഷയിലും സകല വംശങ്ങളിലും ഉള്ളവരെ നീ നിനക്കായി വിലയ്ക്ക് വാങ്ങി. ക്രൂശീകരണം പാടുന്ന പാട്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് ഭൗതികതയെ ആമേൻ ഇങ്ങനെ വളർത്തുന്ന, പരിപോഷിപ്പിക്കുന്ന ആമേൻ പാട്ടുകൾ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് പൗലോസ് പറയുന്നു, ഇതിലൊക്കെയും നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇനി അവിടെ എങ്ങനെയാണ് ജയിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഒന്നുകൂടെ പറഞ്ഞ്, എങ്ങനെ? ഞാനാണ് ജയിക്കുന്നത്. ഈ പറയപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നാണ് ജയിക്കുന്നത്. എങ്ങനെയാണ് ജയിക്കുന്നത്? എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഹല്ലേലൂയ. ഈ വാസ്തവത്തിൽ നമ്മളെ കർത്താവ് തന്റെ ജയത്തിന്റെ പങ്കാളികളാക്കുക. ജയിക്കാൻ തയ്യാറായി കർത്താവിനോട് ചേർന്ന് നിന്നാൽ ആമേൻ നമ്മളെ അവിടുത്തെ ജയത്തിന്റെ പങ്കാളികളാക്കും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹല്ലേലൂയ, നമ്മെ ജയോത്സവമായി നടത്തുന്ന, ഞങ്ങളെ കൊണ്ട് പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവം ഞങ്ങളെ ജയോത്സവമായി നടത്തുക. 2 കൊരിന്ത്യർ ലേഖനം 2:14 ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന, നമ്മൾ തന്നെ ജയിക്കുമല്ല, ജയിക്കാൻ കൊതിക്കുന്നവനെ തന്റെ ജയത്തിൽ അവിടുന്ന് പങ്കാളിയാക്കുക.
ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 15:57 പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാറ്റിലും ജയം യേശു ക്രിസ്തു മുഖാന്തിരം. അതുകൊണ്ട് പറയുന്നു, നാമോ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എങ്ങനെ? യേശു ക്രിസ്തു മുഖാന്തരം പൂർണ്ണ ജയം. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തിടുമ്പോ, ഹല്ലേലൂയ, നിങ്ങൾ തീരുമാനിക്കണം, പൂർണ്ണ ജയം. വേർപെടുത്തുവാനാവാത്ത വിധത്തിൽ യേശു ക്രിസ്തുവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, ഒന്നുകൂടെ ഞാൻ പറയാം, വേർപിരിക്കുവാൻ ആവാത്ത വിധത്തിൽ യേശു ക്രിസ്തുവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം. എന്തെല്ലാം വന്നാലും വേർപിരിയാത്ത ഒരു ബന്ധം. അത് നമ്മൾ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ മൃദുവാക്കുകളാകട്ടെ, എണ്ണമയമുള്ള സംസാരങ്ങളാകട്ടെ, അതിൻ്റെ ഫാഷനുകളാകട്ടെ, അത് പുറത്തുനിന്നുള്ള സമ്മർദ്ദമാകട്ടെ, ആന്തരികമായ കഷ്ടമാകട്ടെ, അത് വൈഷമ്യമാകട്ടെ, അത് ദുരിതമാകട്ടെ, അത് അപകീർത്തിയാകട്ടെ, അത് അപവാദമാകട്ടെ, അത് കുറ്റപ്പെടുത്തലാകട്ടെ, അത് ഞെരുക്കമാകട്ടെ, ചഞ്ചലിപ്പാകട്ടെ, അത് കഷ്ടതയാകട്ടെ, അത് സങ്കടമാകട്ടെ, അത് പട്ടിണിയാകട്ടെ, അത് നഗ്നതയാകട്ടെ, അത് ആപത്താകട്ടെ, അത് വാളാകട്ടെ, അത് മരണമാകട്ടെ, അത് ജീവനാകട്ടെ, അത് ദൂതനാകട്ടെ, അത് വാഴ്ചയാകട്ടെ, അത് ഇപ്പോഴുള്ളതാകട്ടെ, അത് വരുവാനുള്ളതാകട്ടെ, അത് ഉയരമാകട്ടെ, അത് ആഴമാകട്ടെ, മറ്റെന്തുവാകട്ടെ, എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. വേർപിരിയില്ലിനി ഞാൻ, വേർപിരിയില്ലിനി ഞാൻ, എന്തു ക്ലേശങ്ങൾ വന്നിടിലും. ഒന്നുള്ളത് പാടിക്കേ. വേർപിരിയില്ലിനി ഞാൻ, എന്തു ക്ലേശങ്ങൾ വന്നിടിലും, ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിയിടും ഞാൻ. ഒരിക്കൽ കൂടെ ഒന്ന് പാടിക്കേ. വേർപിരിയില്ലിനി ഞാൻ, എന്തു ക്ലേശങ്ങൾ വന്നിടിലും, ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിയിടും ഞാൻ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു, നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. വേർപിരിയില്ലിനി ഞാൻ, എന്തു ക്ലേശങ്ങൾ വന്നിടിലും, ഓരോ നിമിഷമതും തിരുമാർവതിൽ
ചാരിടും ഞാൻ സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം ഓ വിശ്വസ്തനാ കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യൻ ശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യൻ ശോഭ കാണും. പരപരമേശ വരമരുളീശ നീ എത്രയൻ രക്ഷസ്ഥാനം. ഓ പരപരമേശ ഓ നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ നീ എത്രയൻ രക്ഷസ്ഥാനം. ഓ പരപരമേശ ഓവാദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ ഓ പരപരമേശ ഓ കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ. പ്രതിഫലമേറ്റം പെരുകിടും ബാക്കാവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ. മഷികാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ. ഒരുമിച്ചൊന്ന് പാടിക്കേ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ. ഓ ആയാറിൽ നീ കണ്ടിടും ദൂത. അവരുടെ നടുവിൽ എൻ പ്രിയനെ. രാധാമാസക്കന്നെ ഹല്ലേലൂയ. കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച കർത്താവിനോട് പറഞ്ഞ് വേർപിരിയാതെ നിൽക്കാനുള്ള കൃപ എനിക്ക് വേണം. എത്ര പേര് പറയും? എത്ര പേര് പറയും? ഇന്ന് പകലും രാത്രിയും നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് എനിക്ക് വേർപിരിയണ്ട, കർത്താവ് എനിക്ക് വേർപിരിയണ്ട. പ്രിയപിതാവേ, ഞങ്ങൾ കൊട്ടിപ്പാടി
തമാശ കളിച്ചു പോകാനിടവരല്ലേ. പിന്മാറാൻ കഴിയാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾക്കെതിരെ വരുന്ന ഒരു പ്രഹരത്തിലും ഞങ്ങൾ അകപ്പെട്ടു പോവല്ലേ കർത്താവേ. ദൈവസ്നേഹം വിട്ടിട്ട് ഒരു യാത്ര ഞങ്ങൾക്ക് ഉണ്ടാവല്ലേ അപ്പാ. കർത്താവിനെ വിട്ടിട്ട് ഞങ്ങളുടെ ജീവശ്വാസം പോലെ യേശുവേ അങ്ങയുമായിട്ടുള്ള ബന്ധം, ഞങ്ങളുടെ പ്രാണൻ പോലെ അങ്ങയുമായിട്ടുള്ള ബന്ധത്തെ കീപ്പ് ചെയ്യാനുള്ള കൃപ തരണേ. നന്ദി പിതാവേ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. സഭ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.